സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടനെ ഉണ്ടാകും. പൊതു അവകാശ നിയമപ്രകാരം 20 വർഷത്തെ തടവിന് കോടതി ശിക്ഷ വിധിച്ചു. നിലവിൽ ശിക്ഷ അനുഭവിച്ച കാലാവധി കഴിഞ്ഞ് റഹീമിന് പുറത്തിറങ്ങാനാകും. ഇത് ഏകദേശം 1 വർഷം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് യുഎയുടെ തീരപ്രദേശങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം പൊടിക്കാറ്റിനു സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ 51.6 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ 49.8 ഡിഗ്രി സെൽഷ്യസ് ചൂടും എത്തിയിരുന്നു. എന്നാൽ ഇന്ന് കിഴക്കൻ പ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും അധികൃതർ പറയുന്നു. ജബൽ ജൈസ്, റാസൽ ഖൈമ തുടങ്ങിയ പ്രദേശങ്ങളിൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കാം. ചിലയിടങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്യുമെന്നും പറയുന്നു. അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്ത വാഹനങ്ങൾക്കുള്ളിൽ കുട്ടികളെ തനിച്ചാക്കി പോകരുത് എന്ന് അബുദാബി പോലീസ് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുകയും 5000 ദിർഹം പിഴ ഈടാക്കുകയും തടവ് ശിക്ഷ വരെ ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകി. കുട്ടികളെ വാഹനത്തിൽ ഇരുത്തി ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന രക്ഷിതാക്കൾ ഈ ചൂട് കാലത്ത് കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും പറഞ്ഞു. ദുൽഹജ് മാസം ആരംഭിക്കാനുള്ള നറുനിലാവ് നാളെ കാണുമെന്നാണ് ജ്യോതിശാസ്ത്ര കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും അറഫ ദിനം ജൂൺ 5-നും ബലിപ്പെരുന്നാൾ 6-നുമാകാനാണ് സാധ്യതയെന്ന് അധികൃതർ പറഞ്ഞു. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെയാണ് യുഎയിൽ അവധി ഉണ്ടാകുക. മാസത്തിൽ ഒരു 2 തവണ സിക്ക് ലീവ് എടുത്ത് സാലറി പോകണ്ട എന്ന് വിചാരിച്ച് ഡോക്ടറെ പോയി കണ്ട് വ്യാജ സിക്ക് ലീവ് എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു വാർത്ത ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാജ സിക്ക് ലീവ് കൊടുത്ത 4ഓളം ഹെൽത്ത് കെയർ സെന്റർ അടച്ചുപൂട്ടിയിട്ടുണ്ടായിരുന്നു. നേരിട്ട് പരിശോധനയ്ക്ക് എത്താത്ത ആൾക്കാർക്ക് പോലും വാട്സപ്പ് വഴി മെഡിക്കൽ റെക്കോർഡ് അയച്ച സെന്ററാണ് അടച്ചുപൂട്ടിയത്. ഈ ഒരു കാര്യം നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ തൊഴിലുടമ ഇത് ഫേക്ക് ആണെന്ന് കണ്ടെത്തിയാൽ വലിയ രീതിയിലുള്ള ഫൈനും നമുക്ക് കിട്ടുന്നതാണ്.